അക്ഷയ് വ്ളോഗർ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. പക്ഷെ എനിക്ക് കമൻറ്റ് വന്നത് അക്ഷയ് വ്ളോഗറിനെ റിയാക്ട് ചെയ്യാനാണ്. ആദ്യം കമൻറ്റ് വന്നത് തൊപ്പിയെ റിയാക്ട് ചെയ്യാനാണ്. തൊപ്പിയെ റിയാക്ട് ചെയ്തിട്ട് വേണം എന്നെ ഇനി എടുത്തിട്ട് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ നമ്മൾ അക്ഷയ് വ്ളോഗറിനെ റിയാക്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ സോളോ വെയറിൻ്റെ പണ്ടത്തെ വീഡിയോ അക്ഷയ് വ്ളോഗറിനെ കൊല്ലണം, എന്നാലേ സോളോ വെയറിനർ വ്യൂസ് കിട്ടത്തുള്ളൂ. പിന്നെ ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ചുമ്മാ ഷോയ്ക്ക് വെച്ചാൽ കിട്ടും, വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് അക്ഷയ് വ്ളോഗറിനെ റിയാക്ട് ചെയ്യാൻ പോകണം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അർജുൻ്റെ വീഡിയോ ഒക്കെ ചെയ്ത പോലെ, അർജുൻ്റെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്ത പോലെയൊന്നും അല്ല. അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ വീഡിയോ ലാസ്റ്റത്തെ വീഡിയോ തമ്മിലുള്ള അന്ധകാരമൊന്നും നമ്മൾ നോക്കാൻ പോകുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ റോസ്റ്റ് ചെയ്ത എനിക്കൊരു പേടിയിരുന്നു, എന്നെ ഭാവിയിൽ വേറെ ആരെങ്കിലും എടുത്ത് റോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റോസ്റ്റിങ്ങിലോട്ട് പോകാത്തത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ റോസ്റ്റിംഗ് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ അക്ഷയ് വ്ളോഗറിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ അക്ഷയ് വ്ളോഗറിൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ കിഡ് വെൻ ടു ഫാർ എന്ന് പറയുമ്പോൾ മറ്റേ സ്പ്ലെൻഡറിനെ ചവിട്ടി താഴെയിട്ട് അങ്ങനത്തെ വലിയൊരു ഷോ ഒക്കെ ഇറക്കിയ ഏതോ ഒരു കൊച്ചിറക്കാൻ അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പം 39 lakh വ്യൂസ് എന്ന് പറയുമ്പോൾ 3.9 million വ്യൂസ് ആയിരിക്കണം. അതെ. അപ്പോൾ നമുക്ക് നേരെ ഇത് റിയാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് നേരെ റിയാക്ഷനിലോട്ട് പോവാം. പലരും പറയും നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലെന്ന്, അഥവാ മറന്നുപോയി. അതുകൊണ്ടാണ് ഇതൊക്കെ വന്നത്. അപ്പൊ ആരും വന്നവരും മറക്കാതിരിക്കും. ഞാനും സംഭവം എന്ന് വെച്ചാല് നമ്മളെ ഡ്യൂക്കോ സ്പ്ലെൻഡറിന്റെയും കുറവും കൂടുതലും കൂടി പറയാണ്. ഞാൻ പറയുമ്പോൾ ഇവന്റെ കുറച്ച് കുറവുകളാണ്. എനിക്ക് സ്പെൻഡർ ഉണ്ട്, ഞാൻ കുറെ കാലമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവൻ സ്പെൻഡറും ഡ്യൂക്കും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് സ്പെൻഡറിനെ ചവിട്ടുന്ന വീഡിയോ കണ്ടപ്പോൾ ഇവന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചു. ഉണ്ണിക്കുട്ടൻ മോട്ടോ വ്ളോഗ്സ് ഒക്കെ തുടങ്ങിയ കൂടുതലാണ് നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ കുറവ് ഇതിന്റെ കൂടുതൽ ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ കുറവുകളും അതിന്റെ കൂടുതലും ഇതിന്റെ കുറവ് അതിന്റെ കൂടുതലും. ഇവൻ ഡ്യൂക്ക് 200 സ്പെൻഡറുമായിട്ട് കമ്പയർ ചെയ്യും. അതായത് അങ്ങനെ ഒരു കമ്പാരിസന്റെ ആവശ്യമേ ഇല്ല. ഇപ്പോൾ മിക്കവരും വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് തന്നെ ഈ സ്പ്ലെൻഡറിലായിരിക്കും. ഇത് പറയാൻ എനിക്ക് വലിയ യോഗ്യതയൊന്നും ഇല്ല, എന്നാലും ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ സ്പ്ലെൻഡറിൽ ഓടിച്ച് പഠിച്ച് ഭാവിയിൽ നമുക്ക് ചിലപ്പോൾ ഡ്യൂക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ ഡ്യൂക്ക് അതിനെക്കാട്ടിലും നല്ലതാണെന്ന് പറഞ്ഞാൽ അത് ചവിട്ടി താഴെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടിനും റെസ്പെക്റ്റ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാരെ കമ്പയർ ചെയ്താൽ അവർക്ക് അതിൻ്റെതായ ഫീലായിരിക്കും. ഇപ്പോൾ നോൺ ലിവിങ് തിങ്സിനും നമുക്കങ്ങനെ വേണമെങ്കിൽ മാനിക്കാം. ഞാൻ വലിയ ഫിലോസഫിക്കൊക്കെ അടിക്കണമെന്നൊന്നും തോന്നരുത്. അപ്പം ബാക്കിയാണ് സത്യം, അതാ ഞാൻ പറഞ്ഞത്. അതുപോലെ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യം സ്പ്ലെൻഡറിന്റെ റിവ്യൂ ഒക്കെ. സ്പ്ലെൻഡറിന്റെ ആണ്. സ്പ്ലെൻഡറിന്റെ ചാവിനുള്ള ഭാഗ്യം. ഓണായോന്ന് തിരിയുന്നുണ്ടോ? ഓണായിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് തിരിവെന്നറിയില്ല. സംഭവം ഓണായിട്ടുണ്ട് എന്തായാലും. ഇത് എന്തുവാ ഇത് തുരുമ്പൊക്കെ എടാ മോനെ, നീ ആദ്യമായിട്ടാണോ തുരുമ്പ് പിടിച്ചത്? അത് അറിയുന്നത്. തുരുമ്പ് പിടിച്ചത് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഇവനാ ഡ്യൂക്ക് സ്പെൻഡറും കമ്പയർ ചെയ്യുന്നത്. വർക്കിംഗ് ആണ് ഗൈസ്. മീറ്ററൊക്കെ ഓണൊക്കെ അറിയുന്നുണ്ട് ഗൈസ്. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി വെക്കാം. പുച്ഛം പാടില്ല. പ്രത്യേകിച്ചായിട്ടും സ്റ്റാർട്ടാക്കാന്ന് അറിയില്ല, എന്നെ ഊക്കരുത്. സ്റ്റാർട്ടായില്ല ഗൈസ്. ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. കിക്കർ അടിക്കാൻ അറിയാത്ത കിക്കറിട്ട പയ്യനാ സ്പെൻഡറിന് നോക്കാൻ പയ്യന. ഒരുമാതിരി സൗണ്ട് ആയി പോയി. ഓണാകല്ലേ സൗണ്ട് നോക്കാം. എന്തോ ഒരു ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയുടെ ഐഫോണും 10,000 രൂപയുടെ ഇപ്പോൾ ഏത് ഫോണ് ഏതെങ്കിലും ഫോണായിട്ട് കമ്പയർ ചെയ്യുന്ന പോലെ കമ്പാരിസൺ ചെയ്യുന്നത്. ഇപ്പം എങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഒരു നമ്മളുടെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബൈക്കാണെങ്കിൽ ഫോണാണെങ്കിൽ ചിലപ്പോൾ വില കുറവായിരിക്കാം, ചിലപ്പോൾ ഫസ്റ്റത്തെ തന്നെ വലിയ വിലയുടെ ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യമേ ഇല്ല. എങ്ങനെയാണെങ്കിലും അത് കാരണം
ഡ്യൂക്ക് വെച്ച് നോക്കുമ്പോ ഇത് എന്തോ ഇത് ഇത് തന്നെ ഈ പറയുന്നു. ലുക്ക് വെച്ച് നോക്കുമ്പോ ഡ്യൂക്കിന്റെ സൗണ്ട് സ്പ്ലെൻഡറിന്റെ സൗണ്ട് അല്ലേ ഉണ്ടാവുക. നിന്റെ അച്ഛൻ യേശുദാസിന്റെ സൗണ്ട് ഇല്ലല്ലോ, എന്നിട്ട് നീ എന്തെങ്കിലും പറയാൻ പോകുന്നുണ്ടോ? ഇത് ഡിസ്കല്ലാട്ടോ, ഡിസ്കല്ലേ അത്, ഡിസ്കല്ലാട്ടോ, ഡിസ്കല്ലേ അത്. നമ്മളൊക്കെ വിചാരിച്ചാൽ അത് ഡിസ്കാണ്, അത് ഡിസ്ക് അല്ല, അത് എന്തോ ഒരു സാധനം. ഡിസ്കല്ല. എനിക്ക് ഈ ബൈക്കിലോട്ട് വലിയ ധാരണയൊന്നുമില്ല. ഡിസ്കാണോ ഡിസ്കല്ലോ ഒന്നും എനിക്കറിയില്ല. സത്യമായിട്ട് എനിക്കറിയില്ല. നമ്മള് നേരെ ഡ്യൂക്കിലേക്ക് പോവാം. കൊച്ചു പിള്ളേർ വൈറലാവാൻ വേണ്ടി എന്തൊക്കെയാ ഗൈസ് പറയുന്നത്? സ്പെൻഡറും ഡ്യൂക്കും തമ്മിൽ ഞാൻ വൈറലാവാൻ വേണ്ടി ഇങ്ങനൊന്നും ചെയ്യത്തില്ല. എനിക്കിപ്പോൾ ആ ഒരു ബ്രോ കമൻറ്റ് ചെയ്തത് കൊണ്ടാണ് ഫസ്റ്റ് തൊപ്പിയെല്ലാം റിയാക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഏറെ കയറിയാനെ. അത് കഴിഞ്ഞപ്പോൾ അക്ഷയ് ബ്ലോഗറിന് റിയാക്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അടുത്ത അക്ഷയ് ബ്ലോഗറിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കാക്കയ്ക്ക് പകരം കൊക്കിനെ പ്രേമിച്ച സത്യഭാമയുടെ റോസ്റ്റാണ്. ഞാൻ ആരെ കാക്കയെ പ്രേമിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ചുമ്മാ കേൾക്കാൻ ഒരു സുഖമുള്ളത് കൊണ്ട് ഞാൻ ചുമ്മാ അടിച്ചു വിട്ടാ. എന്താണെങ്കിലും സത്യഭാമ റോസ്റ്റ് ആണ് അടുത്ത ലേറ്റസ്റ്റ് വീഡിയോ, ഏറ്റവും ലാസ്റ്റ് ആയിട്ടിട്ട വീഡിയോ. ഒരു നൃത്ത അധ്യാപകനുണ്ട്, ചാലക്കുടി ഭാഗത്താണ് അദ്ദേഹത്തിന്റെ വീട്. ആരാന്ന് ഞാൻ പറയുന്നില്ല. RLV രാമകൃഷ്ണൻ കലാഭവനിയുടെ അനിയനാണ്. മോഹിനി ആയിരിക്കണം മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരെന്നാണ്. കാക്കയുടെ നിറമുള്ള ആള് മോഹിനിയാട്ടം കളിച്ചത് സത്യഭാമയ്ക്ക് ഇഷ്ടപ്പെട്ടു. കഴിവുണ്ടെങ്കിൽ ആര് കളിച്ചാലും പോലെ കുഴപ്പമൊന്നും വരാൻ സാധ്യതയില്ല. മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ സ്വയം മോഹിനിയാണെന്ന് വിചാരിക്കുന്ന സത്യഭാമ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾ മോഹിനിയാണെന്ന് പറയാം. രാവിലെ എണീറ്റ് കണ്ണാടി നോക്കിയിട്ട് ഐ ആം കോൺഫിഡന്റ് എന്ന് പറയുന്ന പോലെയാണിത്. ഇവർ സത്യഭാമയല്ല മോഹിനിയല്ല. അതെനിക്ക് പറയാൻ തോന്നുന്നില്ല, കാരണം ഏജ് റെസ്ട്രിക്റ്റഡ് കണ്ടന്റ് ആവും. അത് വിട്. റിയൽ മോഹിനി നിങ്ങളെ കണ്ടാൽ തുപ്പും. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരെന്നാണ്. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പല്ലിയുടെ നിറം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ഓരോ ജീവിക്കും അതിന്റെ നിറങ്ങളുണ്ട്. നിങ്ങളുടെ നിറം ഏതായാലും നിങ്ങളുടെ തനിപ്പും. ഒരു പുരുഷൻ ഇതുപോലൊരു അരോചകമില്ല. ഓ, മോഹിനിയാട്ടം സ്ത്രീകൾക്ക് കുറച്ചുകൂടി ആപ്റ്റ് ആയിരിക്കും അല്ലേ? എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ഓ, അപ്പൊ ആണുങ്ങൾ കളിക്കുന്നത് സൗന്ദര്യം വേണ്ടെന്നല്ല, സൗന്ദര്യം ഇപ്പം ഇതിലൊക്കെ എനിക്ക് ഇതിൻ്റെ കാര്യമൊന്നും അറിയത്തില്ല. സൗന്ദര്യം വേണമായിരിക്കും, പക്ഷെ അതിലുപരി കഴിവുണ്ടെങ്കിൽ നമുക്ക് അതിൽ വിജയിക്കാൻ പറ്റും. ഇപ്പം എനിക്ക് യൂട്യൂബിൽ കഴിവുണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ വീഡിയോ എൻഗേജിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് എൻഗേജിങ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ ഞാൻ ഇതിന് ഉപരി എൻഗേജിങ് ആക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് കമൻറ്റ് ചെയ്യുക ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ എഡിറ്റിങ്ങിലൊന്നും എനിക്ക് വലിയ ധാരണയില്ല. സൗന്ദര്യമുള്ള ആണുങ്ങൾ കളിക്കണം, അതും പ്രശ്നമില്ല. പക്ഷെ ഇവരുടെ മൈൻഡിലെ സൗന്ദര്യത്തിലുള്ള രീതിയിൽ കളിക്കണം എന്ന് പറയുന്നതാണ് പ്രശ്നം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലേ ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. എല്ലാ തള്ളമാരും ഈ തള്ളയെ പോലെയാണെന്ന് ഇവരുടെ വിചാരം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലേ ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. ചിത്രത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട്. സൗന്ദര്യം ഇല്ലെങ്കിൽ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വെളുത്തിട്ട് പാറലാണോ? നിങ്ങളെ കാണുമ്പോ എനിക്ക് സൗന്ദര്യം ഇല്ലാത്ത പോലെ തോന്നുന്നത്. സൗന്ദര്യം ഇല്ലാത്ത പോലെ സൗന്ദര്യം ഇല്ല. ഓ, നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇനി വേറെ വല്ല ചാനലിലോ വീഡിയോസോ റിയാക്ട് ചെയ്യണമെങ്കിൽ അതും പറയാം. നമുക്ക് വേണമെങ്കിൽ ബിഗ് ബോസിനെ റിയാക്ട് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. സോ ഞാൻ വീഡിയോ എൻഗേജിങ് ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എത്രയും പെട്ടെന്ന് 500 സബ് ആക്കുക. സോ ഇനി അത് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഏതൊക്കെ വീഡിയോ അപ്പം 500 സബ് പെട്ടെന്നാക്കൂ. അപ്പം അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ബൈ. നിങ്ങൾക്ക് വിഷു കൈ നീട്ടം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയാണോ? ഈ വീഡിയോ ക്ലിക്ക് ചെയ്തു.